നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു വേദഭാഗം വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം ആരെങ്കിലും ഒരാൾ ഉറക്കെ ഒന്ന് വായിക്കണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം. മതി, ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയരപ്പോലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 100 പേരെയോളം വേദപുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു മനുഷ്യനാണ് എപ്പപ്രാസ്. അദ്ദേഹത്തെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ പൗലോസ് പറയാണ് അവനൊരു പോരാളിയാണ് എന്നാണ് പറയുന്നത്. പോരാളി എന്ന് മാത്രമല്ല, അവൻ പ്രാർത്ഥനാ പോരാളിയാണ്. ദൈവത്തിൻ്റെ വലിയ മനുഷ്യനായ പൗലോസ് പറയാണ്, കൊലോസ്യരെ, പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹിയരപ്പോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുക, പാസ്റ്റർ പ്രസംഗിക്കാനാണോ എളുപ്പം അതോ പ്രാർത്ഥിക്കാനാണോ എളുപ്പമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ 100% ഈ പുസ്തകം കൈവച്ചുകൊണ്ട് പറയും, എനിക്ക് പ്രാർത്ഥിക്കാനാണ് ഇച്ചിരി പാട്. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ഒരു 42 ദിവസത്തോളം ആകുന്നു. വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇവിടെയുള്ള ഒരു സഭയിൽ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. 21 ദിവസവും 1.5 മണിക്കൂർ മിനിമം എല്ലാ ദിവസവും പ്രസംഗിച്ചു. ആ ഉപവാസ പ്രാർത്ഥന 40 ദിവസമായിരുന്നാലും പ്രസംഗിക്കും. പക്ഷേ ഈ എപ്പപ്രാസ് പ്രാർത്ഥിച്ചതുപോലെ പ്രയാസപ്പെട്ടൊരു പ്രാർത്ഥന അതിച്ചിരി പ്രയാസമാണ്. നിങ്ങളോട് ചോദിക്കുക, മലയാളത്തിൽ പ്രസംഗിക്കുന്ന 10 പോപ്പുലർ പ്രസംഗങ്ങളുടെ പേരെഴുതിയാൽ ഞാൻ എഴുതിത്തരും, നിങ്ങളും എഴുതിത്തരും. 90% ശരിയായിരിക്കും അത്. കേരളത്തിലെ അറിയപ്പെടുന്ന 10 പ്രസംഗകരുടെ പേര് ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും 90% ശരിയാ. പക്ഷേ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന 10 പേരുടെ പേരെഴുതാൻ നമ്മളോട് പറഞ്ഞാൽ ഒരുപക്ഷെ തെറ്റാൻ സാധ്യതയുണ്ട്. ഒറ്റ വാക്ക് പറയാം, പ്രസംഗിക്കുന്നവരൊക്കെ സ്റ്റേജിലും രംഗത്തുമുണ്ട്. പക്ഷേ ആത്മാർത്ഥതയോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവൻ തിരശീലയ്ക്ക് പുറത്താണ്. എന്നാൽ ദൈവം അവരെ മുന്നിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ലോ, ഈ പൗലോസ് ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്
റോമാലേഖനം 16-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ റോമാലേഖനം 16-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഒരു 10, 31, 32 പേര് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ 1-2 പേരുടെ പേര് ഈ സമയത്തൊന്ന് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. ആർക്കെങ്കിലും ഒന്ന് എടുക്കാൻ റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്യുവീൻ. ദൈവത്തിന് മഹത്വം. നമുക്കറിയാമല്ലോ, നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയ റോക്ക് ലാൻഡിന് ദൈവമേ ഞങ്ങളുടെ കൈ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഈ ദേശത്തെ, ഈ രാജ്യത്തെ നമ്മുടെ കൈ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ആദ്യ നൂറ്റാണ്ടിൽ ദൈവസഭ വളർന്നത് എങ്ങനെയാണ് എന്ന് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഈ പറഞ്ഞ 2 പേരുണ്ടല്ലോ, അവർ ആരായിരുന്നു? അക്വിലാവും പ്രിസ്കയും. ഇവർ 2 പേരും എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവർ എന്ന് പറഞ്ഞാൽ എന്താ? ഓ ദൈവത്തിന് മഹത്വം. ഈ 2 പേരും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന മുഴുവനും, ആഗ്രഹിച്ചത് മുഴുവനും എന്താണെന്നറിയാമോ? ഈ യൗവനക്കാരനെ ദൈവം ഉപയോഗിക്കണമേ, ഈ ഭാഷയെ ദൈവം ശക്തീകരിക്കണമേ, അതിനുവേണ്ടി കഴുത്ത് വെച്ച് കൊടുക്കാനും തയ്യാറാണ്. ദൈവമക്കളെ ഓർത്ത് നോക്കിയേ, നമ്മൾ 4 നേരത്തെ ചോറ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മൈൽ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട്, നമ്മുടെ വീടിൻ്റെ കതവ് നമ്മൾ പല പ്രാവശ്യം തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നമുക്കും ഭയങ്കര അഭിമാനമാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ഈ 2 പേരെ നോക്കിയേ. ഈ പൗലോസ് പറയാണ്, എൻ്റെ ശുശ്രൂഷ ശോഭിക്കാൻ കാരണം അതിലൊരു ഭാഗം ഈ 2 പേരുടെയും കൂടെ. ദൈവമക്കളെ, ദേശത്ത് സഭ വളരണ്ടേ, ദേശത്ത് ആത്മാക്കൾ വിളിക്കപ്പെടണ്ടേ, നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്? നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്? എങ്ങനെയാണ് സഭ വളരുന്നത്? ദൈവദാസന്മാർ ശക്തിയോടെ നിൽക്കുന്നത് എങ്ങനെയാണ്? കഴുത്ത് വെച്ച് കൊടുക്കുക. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഒരാളുടെ പേരൂടെ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് വായിക്കണം ഈ സമയത്ത്. 12-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച. 12-ാമത്തെ വാക്യം, കർത്താവിൽ അധ്വാനിക്കുന്നവരായ ഒത്തിരി അധ്വാനിച്ച പെർസീസ്. 13-ാമത്തെ വാക്യം കൂടെ, കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും. ദൈവമക്കളെന്ന് ഓർത്ത് നോക്കിയേ, രൂഫസിന്റെ അമ്മയെക്കുറിച്ച് വലിയ മനുഷ്യാല പൗലോസ് പറയാണ്, അതെൻ്റെ അമ്മയും കൂടാ. ഈ ഉച്ചയോടടുത്ത സമയത്ത് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, രൂഫോസിന്റെ അമ്മയെ നോക്കി വലിയ മനുഷ്യനായ പൗലോസ് പറയാണ്, ആ പ്രായമുള്ള, ആ ചൊളിങ്ങിയ, പ്രൈസലോസോട്ടം വലിയ സൗന്ദര്യമില്ലാത്ത ആ അമ്മ എൻ്റെ അമ്മയൂടാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയോ ഇതെൻ്റെ ചേട്ടനാണെന്ന്, ഇതെൻ്റെ ചേച്ചിയാണെന്ന്, എൻ്റെ അനിയനാണെന്ന്, എൻ്റെ അപ്പനാണെന്ന് പറയോ? പ്രിയപ്പെട്ടവരെ, പറയിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ വലിയ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പൗലോസ് പറയാണ്, രൂഫസിന്റെ അമ്മ അതെൻ്റെ അമ്മയും കൂടാ. നമ്മുടെ മുമ്പേ അവസരം കിട്ടാഞ്ഞിട്ടാണോ?
ഞാൻ പറഞ്ഞു വന്നത് എപ്പപ്രാസിനെ കുറിച്ചാണ്. പൗലോസ് പറയാണ്, നിങ്ങളൊരുത്തനാ, അവൻ പ്രാർത്ഥനാ പോരാളിയാ. ഇനി അദ്ദേഹം പറയാണ്, ഞാൻ സാക്ഷിയാണ്. എന്തിന് സാക്ഷി? ഈ നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ താമസിച്ചാണ് രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നത്. ഞാൻ ജോലിക്കായി സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞാണ് ആദ്യമായിട്ടൊരു പെന്തക്കോസ് കൂട്ടായ്മയിൽ പോയത്. ഒരു ഭാഗ്യം കിട്ടിയത് ആദ്യത്തെ മീറ്റിംഗ് വെച്ച് എന്നെ രക്ഷിക്കപ്പെടാനിടയായത്. അക്കാലത്ത് ആ രാജ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ സ്നാനപ്പെടുത്താൻ ആളില്ലാത്തത് കൊണ്ട് ഒരു 475 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ഒരു പാസ്റ്റർ വന്ന് എന്നെ സ്നാനപ്പെടുത്തിയത്. ആദ്യകാലങ്ങളിൽ ഞാൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, ഞാനൊരു ഗതികെട്ട വിശ്വാസിയാണല്ലോ. അതിന് കാരണമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു വേദപുസ്തകമില്ല. 5 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ബൈബിള് കിട്ടിയത്. 5 വർഷം പ്രാർത്ഥിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ വായിക്കാൻ ബൈബിളില്ല. 5 വർഷം പ്രാർത്ഥിച്ചു. അങ്ങനെയുണ്ട്. 7 വർഷമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ലോർഡ് സപ്പർ എടുക്കാനായിട്ട്. കാരണം ആ നാട്ടിൽ അങ്ങനെ ആ കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന ദിവസം വരില്ല. എന്നാൽ എനിക്കൊരു വേദപുസ്തകം കിട്ടിയപ്പോൾ നിങ്ങൾ കാണിക്കാത്ത പല പരിപാടിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. 5 വർഷം പ്രാർത്ഥിച്ചല്ലേ. ഞാൻ ഈ ബൈബിളൊക്കെ എടുത്തിട്ട് ഉമ്മ കൊടുക്കും, ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കും, പുതപ്പനടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങും. പൊട്ടത്തരമാണ്, എനിക്കറിയാം, നിങ്ങളാരും കാണിക്കില്ല കേട്ടോ. ഈ കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ ഒരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം കാണിച്ചെന്നുള്ളേ ഉള്ളൂ. എന്നാൽ എനിക്ക് ദൈവം ഒരു ഭാഗ്യം തന്നു. ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്കുകൊട്ട് അവസാനത്തെ വാക്കുവരെ കൈകൊണ്ട് എഴുതി ബൈൻഡ് ചെയ്ത് വായിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ദൈവം എനിക്ക് തന്നു. എല്ലാവരും ബൈബിൾ എഴുതിയിട്ടുണ്ടോ? എഴുതാനായിട്ട് ശ്രമിക്കേണ്ട, ഇച്ചിരി പാടാണ്. അപ്പം അങ്ങനെ ഈ വേദപുസ്തകം മുഴുവൻ എഴുതി എൻ്റെ വീട്ടിലുണ്ട്. ഇടയ്ക്കിടെ ഞാൻ എടുത്ത് നോക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇച്ചിരി പ്രയാസപ്പെട്ടാണ് ഇത് ലഭിച്ചതും ഇത് കൊണ്ടു നടന്നതുമൊക്കെ. എന്നാൽ ഈ പ്രാർത്ഥനയിൽ പ്രയാസപ്പെട്ട പഴയ നിയമത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുവാനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. കർത്താവിൻ്റെ ദാസന്മാരെല്ലാം നമുക്ക് ഇഷ്ടമുള്ളവരാണ്, എനിക്കും ഇഷ്ടമാണ്. എന്നാൽ അതിലൊരാളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ഒരാളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആളിനെ കുറിച്ച് പറയുവാനാണ് ഇനി ഞാൻ താല്പര്യപ്പെടുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ 32-33 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഏലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിൽ മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവമക്കൾ, ഇനി എന്നെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, താമിൻ്റെ ദാസന്മാരൊക്കെ വളരെ പ്രാർത്ഥിച്ചവരാണ്. കാമണ് കിടന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കടലിൻ്റെ അടിയിൽ ചെന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ഒത്തിരിയുണ്ട്. യാക്കോബൊക്കെ ആണെങ്കിൽ ഓൾ നൈറ്റ് പ്രയർ ഒറ്റയ്ക്ക് നടത്തിയ ആളാണ്. ഓൾ നൈറ്റ് പ്രയർ ഒറ്റയ്ക്ക് നടത്തിയ ആളാണ് യാക്കോബ് എന്നൊക്കെ പറയുന്ന ആയ വലിയ മനുഷ്യൻ. ഈ ദൈവത്തിൻ്റെ ശക്തനായ ദാസനായ ഏലിയാവിന് ശേഷം ദൈവം ആ ശുശ്രൂഷ ചെയ്യാൻ തെരഞ്ഞെടുത്തത് ഒരു കൃഷിക്കാരനായ എലീശ.
താല്പര്യമുണ്ടെങ്കിൽ ശുശ്രൂഷയുടെ പുതപ്പാരുടെ മേലും വേണേലും വീഴും. എല്ലാവരും എന്നെ നോക്കിയിരിക്കണേ. ദയവായി ഇപ്പം ബൈബിൾ വായിക്കണ്ട, ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ വലിയ മനുഷ്യനായ ഏലിയാവിന് ശേഷം ആ ശുശ്രൂഷ ചെയ്യുവാൻ കർഷകനായിരുന്ന മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചത്. നമുക്കറിയാലോ, ഏലിയാവ് ശക്തനായിരുന്നെങ്കിലും ഈസബേലിൻ്റെ ഒരു വാക്കിൻ്റെ പുറത്ത് ദൈവത്തോട് താൻ പറഞ്ഞു, എനിക്ക് മതി. ദൈവം ചോദിച്ചു കാണും, ഏലിയാവേ എന്തോ മതിയെന്നാ? എനിക്ക് പ്രസംഗിച്ചത് മതി, പ്രവചിച്ചത് മതി, ശുശ്രൂഷിച്ചത് മതി, പിന്നെ ജീവിച്ചതും മതി എന്ന് പറഞ്ഞു. എനിക്ക് ജീവിച്ചതും മതി. അപ്പം ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ നിനക്ക് മതിയായി കാണും, പക്ഷെ എനിക്കിതുവരെ അങ്ങോട്ട് മതിയായില്ല. ദൈവം പറഞ്ഞു, എനിക്ക് മതിയായില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും പറഞ്ഞതാ, മതിയെന്നൊക്കെ പറഞ്ഞതാ, എന്തിനാ മുന്നോട്ട് എന്നൊക്കെ പലപ്പോഴും നമ്മളും പറഞ്ഞതാ. പക്ഷേ നമുക്ക് മതിയായെങ്കിലും ആർക്ക് മതിയായില്ല? നമ്മുടെ ദൈവത്തിന് മതിയായില്ല. അതുകൊണ്ടാണ് ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ സന്തോഷത്തോടെ നമ്മളായിരിക്കുന്നത്. ഇനിയും വലത്തെ കരം ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ് ഓർത്തുകൊള്ളുക, ദൈവത്തിന് എന്തോ ഇല്ല, മതിയായിട്ടില്ല. നമ്മൾ ഇനി ചിലത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാണുവാൻ ആർക്കാഗ്രഹമുണ്ട്? ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാ നമുക്കറിയാമല്ലോ, ഇസബേൽ പറഞ്ഞു, നാളെ 24 മണിക്കൂറിനകം നീ ഇന്നലെ ചെയ്ത 850 പ്രവാചകന്മാരുടെ തല ഒഴുകിയതുപോലെ, ഉരുണ്ടതുപോലെ നിന്റെ തല ഉരുളുമെന്ന് പറഞ്ഞു. നമുക്കറിയാലോ, ഇസബേൽ പറഞ്ഞതാ. ആഹാബിന് പിന്നെ മര്യാദയുണ്ട്, പക്ഷെ ഇസബേൽ എന്ന് പറഞ്ഞ രാജ്യം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഏലിയാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഏലിയാവ് ദൈവത്തോട് പറഞ്ഞത്, ഇസബേലിൻ്റെ വാളിന് കൊല്ലപ്പെടുന്നതിനെക്കാട്ടിലും അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാമല്ലോ. പിന്നെ ഏലിയാവ് ഒത്തിരി ശുശ്രൂഷ ചെയ്തു. ദൈവം അവനെ എടുക്കാൻ നേരമായപ്പോ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തനിങ്ങനെ പുറകെ വരിക. എൻ്റെ ഭാഷ പറഞ്ഞാൽ പല പ്രാവശ്യം പറഞ്ഞു, വരണ്ട 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 എന്ന് പറഞ്ഞു, പല സ്ഥലത്ത് വെച്ച് പറഞ്ഞു. പിന്നെ നാണമില്ലാതെ വരിക. നമ്മളോട് ആരെങ്കിലും പറയാ വരണ്ട എന്ന് പറഞ്ഞാൽ, 1 പറഞ്ഞാൽ ഓക്കെ, പിന്നെ നമ്മൾ വരത്തില്ല. 2 പറഞ്ഞാലോ, 3 പ്രാവശ്യം പറഞ്ഞാലോ, 4 പ്രാവശ്യം പറഞ്ഞാലോ. എന്നാൽ ഈ യൗവനക്കാരന് ഒരു മടിയും കൂടാതെ നാണമില്ലാത്തവനെ പോലെ പുറകെ വരിക. ഏലിയാവിന് മനസ്സിലായി, ഇവൻ എന്തോ ഉണ്ട്. ഏലിയാവ് തുറന്നു ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നേ? നിന്റെ മനസ്സിൽ എന്താ ഇരിക്കുന്നേ? പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? മറുപടി എന്തുവാ? ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങയുടെ മേലുണ്ട്. അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ എനിക്ക് വേണം. വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ മനുഷ്യൻ ഒരു അത്യാഗ്രഹിയാണോ? ഇവിടെ അത്രയും ഉണ്ടെങ്കിൽ എന്തും മാത്രം കാര്യം ചെയ്യാം. ഒന്ന് ഓർത്ത് നോക്കി. ആകാശം അടയ്ക്കാം, ആകാശം തുറക്കാം, ആകാശത്ത് നിന്ന് തീ ഇറക്കാം, പിന്നെ 3.5 വർഷം ആരും ഒന്നും കൊടുത്തില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. എത്ര അത്ഭുതം! പക്ഷെ ഈ മനുഷ്യന് വേണ്ടി എത്രയാ എന്ന് പറഞ്ഞേ? എത്രയാ? അത്രയാണോ? ഇരട്ടി വേണം. ഇവിടെ ദൈവമക്കളെ, ഈ അഭിഷേകം എന്നൊക്കെ പറയുന്നത് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് തരുന്നവരുണ്ട്. പക്ഷെ ദയവായിട്ട് നിങ്ങളാരും ആ കാര്യം ശ്രദ്ധിക്കരുത്. രാജാവിനെ പേടിയില്ലാത്ത ഈ ഏലിയാ
കർത്താവ് ഈ യൗവനക്കാരോട് പറഞ്ഞെന്താണെന്നറിയോ? മറുപടി എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും പറയാമോ? എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞെന്താണെന്നറിയോ? എന്ന് പറഞ്ഞാൽ ആകാശത്ത് തീയിറക്കണമോ? പ്രാർത്ഥിച്ചിറക്കും. ആകാശം അടയ്ക്കണമോ? മഴ പെയ്യിക്കണമോ? ഒരു പ്രയാസവും ഇല്ല. പക്ഷേ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഏരിയ പറഞ്ഞെന്താ അറിയോ? നീ പറഞ്ഞ കാര്യം പ്രയാസമുള്ള കാര്യ. ദൈവമക്കളെ, ദൈവാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാ. ഈ കുഞ്ഞുവാനിച്ചാണ് ഞങ്ങളുമൊക്കെ പ്രാപിച്ചത് പറഞ്ഞല്ലോ, ഇങ്ങനെ വെറുതെ നടന്നപ്പോൾ കിട്ടിയൊന്നുമല്ല. നീണ്ട നാള് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി തന്നെ ജാഗരിച്ചിരുന്നൊക്കെ മേടിച്ചതാ. ഇത്ര ഈസി ആയിരുന്നെങ്കിൽ പത്രോസിനോട് യേശു പറയത്തില്ലായിരുന്നു, എന്നാ പിടിച്ചോ പൊക്കോളം പറയത്തില്ലായിരുന്നു. 3.5 വർഷം ജോലിയും കളഞ്ഞിട്ട് യേശുവിൻ്റെ പുറകെ നടന്നിട്ട് യേശു കർത്താവ് പോകാൻ മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നോട് കേട്ട ആ പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്തോ ചെയ്യണമെന്നാ? കാത്തിരിക്കണം എന്നാ പറഞ്ഞേ. ഈ കാത്തിരിക്കാതെയും സമർപ്പിക്കാതെയും കിട്ടുന്നൊക്കെ വേറെ ഏതാണ്ടോ കേട്ടോ. ദൈവമക്കൾ ഓർത്തോണോ അത്? ഇവിടെ 3.5 വർഷം ജോലിയും കളഞ്ഞിട്ട് പിടിച്ചിറക്കിയേക്കുക, കൂടെ നടക്കുക, ഉറങ്ങുന്നതും ഉണ്ണുന്നതും എല്ലാം ഒന്നിച്ചാ. എന്നിട്ടും പോകാൻ നേരത്ത് പറയാണ്, നിങ്ങൾ പിന്നെയും കാത്തിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് കരഞ്ഞും അനുദപിച്ചും ഏറ്റുപറഞ്ഞും ഓസോട്ടം ഇതിനു വേണ്ടി തന്നെ കാത്തിരുന്നിട്ട് വേണം ഇത് പ്രാപിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ചിലർക്കൊന്നും ഇതിൻ്റെ വില അറിയാത്തത്. ഇതാ ഏലീശയുടെ ആഗ്രഹം, എൻ്റെ യജമാനന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചതിൻ്റെ ഇരട്ടി എനിക്ക് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നമുക്കറിയാലോ, ഏലിയ പറഞ്ഞു, നീ എന്തോ ചോദിക്കുന്നേ? നീ അറിയാതാണോ ചോദിച്ചേ? നീ ചോദിച്ച കാര്യം ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഏലിയ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുകയാണെങ്കിൽ, ആ സീൻ നീ കാണുകയാണെങ്കിൽ നിനക്കത് കിട്ടും. നോക്കിയേ, എല്ലാവരും എന്നെ നോക്കിയിരിക്കണേ. ഞാൻ വിചാരിക്കട ഏലിയാവിന് എന്തിനാണ് ദൈവം ഇങ്ങനെ എടുത്തത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ നാട്ടിലെ രാജ്ഞി പറഞ്ഞതാണ്, 24 മണിക്കൂർ കഴിയുമ്പോൾ നീ കാണത്തില്ലെന്ന് പറഞ്ഞ. പക്ഷേ ആ ദേശത്ത് ഇടുങ്ങി നിന്ന, പ്രസംഗിച്ച, ശുശ്രൂഷിച്ച ദൈവത്തിന് വകതം പ്രകൃതി പോലെ നിയന്ത്രിച്ച ആ മനുഷ്യനെ ദൈവം അവസാനിപ്പിക്കുമ്പോൾ രാജ്യം മുഴുവനും കാണണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് വണ്ടി വിട്ടാണ് കൊണ്ടുപോയത്. നമുക്കറിയാലോ, ഏലിയാവ് എടുക്കപ്പെടുക, നിക്കുമൊന്നിപ്പി ചുഴലിക്കാറ്റടിച്ചു, അഗ്നിയശ്വങ്ങൾ അഗ്നിരഥങ്ങൾ സ്വർഗത്തിൽ നിന്നിറങ്ങി. ആ സീൻ ഭയങ്കരമല്ലേ? എന്നോട് ചോദിച്ചാൽ പക്ഷേ ഏലിയാവിനാണോ ഇച്ചിരി വണ്ണക്കൂടുതൽ, അതോ ഏലിശയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏലിയാവിനായിരിക്കും ഒരു 4 കിലോ കൂടുതൽ. ഇച്ചിരി വയറൊക്കെ കാണുമെന്നാണ് തോന്നുന്നത്. കാരണമുണ്ട്, ഈ 3.5 വർഷം നാട്ടുകാർ മുഴുവൻ പട്ടിണി കിടന്നപ്പോൾ ഇദ്ദേഹം രാവിലെയും വൈകിട്ടും ഇറച്ചിയും അപ്പവുമാണ് കഴിച്ചത്. നിങ്ങളെല്ലാ ദിവസവും ഈ കഴിഞ്ഞ 3.5 വർഷം അമേരിക്കയിലാണ്, നല്ല നാടാണ്, 3.5 വർഷം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇറച്ചി കഴിച്ചവരാണോ? നമ്മളൊന്നും മാറ്റി കഴിച്ചിട്ടില്ലേ? ഞാൻ വിചാരിക്കുന്നത് കർഷകനാണ് എലീശ അല്ലേ, നല്ല അധ്വാനിച്ച ആളാണ്. അതുപോലെ ഈ 3.5 വർഷം ഒതുങ്ങിയിരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇച്ചിരി തടിയൊക്കെ കൂടി.
പക്ഷേ ഈ കാറ്റടിച്ചപ്പോൾ ആദ്യം എടുത്തതുണ്ടല്ലോ, ആരാന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വണ്ണമുള്ള ഏലിശ എടുത്തു. ഈ ടൊർണോഡോ അടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് മിനിഞ്ഞാന്ന് വൈകിട്ടൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു. 2 പാസ്റ്റർമാർ പറഞ്ഞു. ഒരു പാസ്റ്റർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് AC യൂണിറ്റ്, വലിയ യൂണിറ്റ് ഉണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് ഈ തുണി പിരിക്കുന്നത് പോലെ ഈ മെറ്റൽ ബോക്സ് പിരിഞ്ഞിരുന്നെന്ന് പറഞ്ഞു. മറ്റൊരു പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ഈ ഷാഫ്റ്റിനകത്ത് കയറിയിരുന്നു, ഞങ്ങളുടെ മുന്നിൽ കൂടെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ആ കട്ടള ഉൾപ്പെടെ പറന്നു പോകുന്നത് ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. നേരം എഴുന്നൂറ്റി നോപ്പം 4500 സ്ക്വയർ ഫീറ്റ് ആ വീട് തിരിഞ്ഞിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരുത്തൻ ഈ അടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുക. അഗ്നിരഥങ്ങൾ, അദ്വാജ്യങ്ങളാണ് ഇറങ്ങി വരുന്നത്. ആ തീ പോലെയുള്ള അനുഭവത്തിന്റെ മുമ്പിൽ ഇദ്ദേഹം പിടിച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? തൻ്റെ യജമാനൻ തന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ പോകുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് കിട്ടും. ഈ ഉച്ചയായ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ദാസന്മാർ അഭിഷേകം പ്രാപിച്ചു, ദൈവകൃപ പ്രാപിച്ചത് ഈസി വേയിലല്ല. നീ അതിനു വേണ്ടി തന്നെ കാക്ഷിച്ചാൽ, അതിനു വേണ്ടി തന്നെ ആഗ്രഹിച്ചാൽ, ഇരട്ടി പങ്ക് നിന്റെ മേലും പകരുവാൻ ദൈവം ഈ ഉച്ചയ്ക്ക് വിശുദ്ധനാണ്. ഓ റിമാന കൗഡാരബ ശന്തൽ കൗഡ, ഇന്ന് ഈ ഉച്ചയ്ക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവമേ, 2023 പോലെ പോരാ, 24 നിൽക്കാൻ അല്പം കൂടെ കൃപ ആവശ്യമാണ്. അതെന്റെ മേൽ, എന്റെ തലമുറ മേൽ പകരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഈ ഉച്ചയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്? കാത്തിരിക്കുക, പിടിച്ചു നിൽക്കുക. പ്രതികൂലം വരും, പ്രശ്നത്തിന്റെ കാറ്റടിക്കും, പ്രതികൂലത്തിന്റെ കാറ്റടിക്കും. തീ പോലുള്ള അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. എന്നാ പുറകോട്ട് മാറുവോ? ഏലിശ തയ്യാറായില്ല. ഓ ശാഠ്യം. ഈ സമയത്ത് ദൈവമക്കൾ ഓർക്കേണ്ടിയുണ്ട്, ഒരുത്തനെ കൊണ്ട് ചുഴലിക്കാറ്റി മേപ്പോട്ട് പോകുമ്പോ, അഗ്നിയാശങ്ങളും രഥങ്ങളും മേപ്പോട്ട് പോകുമ്പോ ഒരു പുതപ്പ് താഴോട്ട് വീഴുകയാണ്. ആ കാറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ മനുഷ്യന്റെ മേൽ വന്ന് വീഴുകയാണ്. ഓ ദൈവമക്കളെ, ഈ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ വലിപ്പം, ഇതിന്റെ കനം എത്ര ഉണ്ടെന്ന് ആ ഒറ്റ വാക്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആ പുതപ്പിന് ഇത്ര കട്ടിയോ, ഇത്ര ഭാരമോ ഉണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്കത് മനസ്സിലാകാത്തതാ. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാം. ദയവായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവാസന്മാരൊക്കെ, ജോബിൻ പാസ്റ്റർ, അതുപോലെ ജോയ് പാസ്റ്ററൊക്കെ, ഇവരൊക്കെ ബൈബിൾ കോളേജൊക്കെ നന്നായിട്ട് പഠിച്ചവരൊക്കെയാണ്. പക്ഷെ ഞാൻ മഴ പെയ്തപ്പോൾ പോലും ബൈബിൾ സ്കൂളിൻ്റെ വാതിക്ക് പോലും കയറിയിട്ടുള്ള ആളല്ല. എന്തുകൊണ്ടാണ് ഏലിശേ നീ ഇരട്ടി പങ്ക് ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് പറയാം. ഇനി ഒരു 5-8 മണിക്കൂർ പറയേണ്ട കാര്യം ഞാനൊരു 10-30 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിക്കാം. നമുക്കറിയാലോ, ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ 13 ക്ഷാമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായി, ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായി, യാക്കോബിൻ്റെ കാലത്തുണ്ടായി. യാക്കോബിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായതുകൊണ്ടാണല്ലോ യാക്കോബിൻ്റെ 11ാമത്തെ മകനെ ദൈവം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അയച്ചത്. ചില പറയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. നോ, അങ്ങനല്ല. 105 സങ്കീർത്തനം വായിക്കുമ്പോൾ
എല്ലാ വകുപ്പും കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെയാണ്. ന്യായാധിപന്മാരുടെ കാലത്ത് നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം തൊട്ട് വായിക്കുന്നത്, ആ ക്ഷാമമുണ്ടായി. അങ്ങനെയാണ് എലീമേലേക്കും ഫാമിലിയും കൂടെ അങ്ങ് മറ്റൊരു സ്ഥലത്തേട്ട് പോയി. എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവസഭയ്ക്ക് നല്ലൊരു മരുമോളെ, രൂത്തിനെ കിട്ടി. നമുക്കറിയാം പിന്നീടുള്ള കാലത്തൊക്കെ, ഏലിയാവിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി 3 വർഷം. ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ മുടിയംപുത്രൻ്റെ കഥ? മുടിയംപുത്രൻ ചെന്ന സ്ഥലത്ത് ഭയങ്കര ക്ഷാമം ഉണ്ടായി. പന്നി തിന്നാൻ നോക്കി, പക്ഷെ അതുപോലും കിട്ടിയില്ല, ക്ഷാമമായിരുന്നു. ബുക്ക് ഓഫ് ആക്ട്സിൽ നമ്മൾ വായിക്കുന്നു, 11 വായിക്കുന്നുണ്ട്, അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ എഴുന്നേറ്റ് പ്രവചിച്ചു, ഭൂമിയിൽ മഹാക്ഷാമം വരുന്നു. ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു നമ്മുടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഏലിശയുടെ കാലത്ത് ക്ഷാമം ഉണ്ടായി. നമുക്കറിയാലോ, കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടി പായസം വെച്ച കഥ. എല്ലാവരും കൂടെ പായസം വെച്ചു. പായസം കുടിച്ചവർ പറയാണ്, ചുമ്മാതാ, ഇത് പായസമൊന്നുമല്ല, ഈ കലത്തിനകത്ത് മരണമാണ്. ഫുഡ് പോയിസൺ ഉണ്ടായ കാലം ഏതാ? ബൈബിൾ വായിക്കുമ്പോൾ ഏലിശയുടെ കാലമാണ്. ഇനി അത് മാത്രമാണ് പ്രിയപ്പെട്ടവർ, ക്ഷാമം 3 പ്രാവശ്യം ഉണ്ടായി. ഒരു പ്രാവശ്യത്തെ ക്ഷാമം വന്നപ്പോൾ സഭായോഗത്തിന് വരുന്ന സഹോദരിമാരോട് ചെല്ലോട് ചോദിച്ചാൽ അവർ പറയും, സാക്ഷ്യം പറയാൻ അവസരം കൊടുത്ത പറയും, വിശക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ലാഞ്ഞുകൊണ്ട് ഞാൻ നൊന്ത് പ്രസവിച്ച് വളർത്തിയ എൻ്റെ കുഞ്ഞിനെ അറുത്ത് മുറിച്ച് പുഴുങ്ങി തിന്നിട്ടാണ് ഞാൻ സഭായോഗത്തിന് വന്നത്. നല്ല സുഖമൊക്കെ അല്ലേ? പാസ്റ്റർ നിന്ന് ശുശ്രൂഷിക്കുക. കഴിഞ്ഞ ആഴ്ച വിടുവിച്ച കാര്യം പറയുമ്പോൾ പറയുന്ന ഇതാ. ഭയങ്കര സന്തോഷമല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസി ഇതുപോലുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോ ശുശ്രൂഷിക്കണമെങ്കിൽ സാധാരണ അളവിലുള്ള ദൈവകൃപ പോരാ. താമസിക്കാൻ സൗകര്യമുണ്ടോ? അതുകൊണ്ടാണല്ലോ എല്ലാവരും കൂടെ പ്രവാചകനെയും കൂട്ടിക്കൊണ്ട് യോർദാന്റെ തീരത്ത് മരം വെട്ടാൻ പോകുന്നേ. വായിച്ചിട്ടില്ലേ? ഒരുത്തൻ്റെ കോടാലി പോകുന്നു, എല്ലാവരും കാണിക്കുന്ന പോലെ അവനും കാണിച്ചതാ, അവനും എല്ലാവരും ചെയ്ത് അല്ലേ? എല്ലാവരും വെട്ടുന്നു, അവനും വെട്ടി. സമയത്തിന് എന്തോ ചെയ്യണം? ഇതൊന്നോ കോടാലി ഉറപ്പിച്ചുകൂടെ കൊടുക്കണം. ദൈവമക്കളെ, നമ്മളത് നോക്കണം കേട്ടോ. എവിടെങ്കിലുമൊക്കെ ലൂസായോ ദൈവീക ബന്ധത്തിൽ നിന്ന് കേട്ടോ മാറി നിൽപ്പുണ്ടോ എന്ന് നോക്കണം. ഏതായാലും ആ ട്രിപ്പ് സക്സസ് ആയി. ഇനി അത് വേണോ? ഈ പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഒരു ദൈവദാസി വന്നിട്ട് ഈ എലിശയോട് പറയാണ്, എലിശേ, യജമാനനെ, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങക്കറിയാമല്ലോ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒന്നും ഉണ്ടാക്കിയ ആളല്ല, പക്ഷെ ഇപ്പം കടക്കാരൻ്റെ വീട്ടിൽ നിന്ന് മാറിയല്ല. ശ്രദ്ധിച്ചിരിക്കണമേ. അവരിപ്പോൾ പറയാണ്, ആൻറ്റി കാശില്ലേ വേണ്ട സാറില്ല, ഞങ്ങൾക്ക് ആൻറ്റിയുടെ മക്കളെ തന്നാൽ മതി. അങ്ങനല്ലേ പറയുന്നേ? അങ്ങനെ പറയുന്നേ. ദൈവദാസന്മാരുടെ തലമുറ, ദൈവമക്കളുടെ തലമുറ നശിക്കുന്ന കാലം, അവരെ വില പറയുന്ന കാലം. ശുശ്രൂഷിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇനിയും അത് മാത്രമല്ല, ഏലിയാവിനെ കൊല്ലണമെന്ന് പറഞ്ഞത് ശത്രു രാജ്യത്തെ രാജാവിൻ്റെ രാജ്യമാണ്. 24 മണിക്കൂർ കൊടുത്തു. എന്നാൽ ഇസ്രായേൽ രാജാവ് കുറച്ച് കഴിഞ്ഞപ്പോ സ്വന്തം പ്രവാചകനെ ഏലിശയെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയാമോ? ശാഫാത്തിന്റെ മകനായ ഏലിശയുടെ തല ഇന്ന്, ദൈവമക്കൾ ഓർത്താണ്, ഇന്ന്
ഏലിയാവിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞു 24 മണിക്കൂർ കൊടുത്തു. പക്ഷേ ഇസ്രായേൽ രാജാവ് വാളും കൊടുത്ത് ആളെ വിടുമ്പോൾ പറയാണ് ഇന്ന് അവൻ്റെ തലയും കൊണ്ടുവരണം. അങ്ങനെ വായിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കാൻ എളുപ്പമല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി ഒരു കാര്യം കേട്ടോണം. ഈ ഏലിയാവിൻ്റെ അടുത്ത് ആൾ വിടുമ്പോൾ ഏലിയാവ് പേടിച്ചോടി. എലീശയെ കൊല്ലാൻ വാളും കൊടുത്തിട്ട് ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവ് വിട്ടപ്പോൾ പേടിച്ചോടിയൊന്നുമില്ല. വാള് കണ്ടപ്പം നിന്ന് പ്രവചിച്ചു. വാള് കണ്ടപ്പോൾ ഓടിയില്ല, വാള് കണ്ടപ്പോൾ നിന്ന് പ്രവചിച്ചു. നാളെ ഈ നേരമാകുമ്പോൾ, അങ്ങനെ പറഞ്ഞേ, ശമര്യയുടെ പടിവാതിക്കൽ ഒരു സമൃദ്ധി ഉണ്ടാകും. അതൊക്കെ പറയപ്പെട്ടവരെ, ഭീഷണി വരുമ്പോ ഏലിയാവ് പേടിച്ചോടി. എന്നാൽ ഇരട്ടി ആത്മാവ് പ്രാപിച്ച എലീശ പേടിച്ചോടിയൊന്നുമില്ല, നിന്ന് പ്രവചിച്ചു. പ്രവചിച്ചതാണ് ഇസ്രായേലിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും 24 മണിക്കൂറിനകം. നമുക്കറിയാമല്ലോ, കൊട്ടാരത്തിൽ നിന്ന് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അകമ്പടി സേവിക്കുന്നവൻ, സെക്യൂരിറ്റി ഓഫീസർ അടുത്ത് നിൽക്കുക. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവം എന്നാ ഇന്ന് രാത്രി ആകാശത്തിന് കിഴുത്തിയിടുമെന്നോ ചോദിച്ചു. അങ്ങനെ ചോദിച്ചേ, കിളിവാതിൽ ഉണ്ടാക്കുമോന്നോ ചോദിച്ചേ. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ദൈവത്തിന് ചെയ്യണമെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഒരു ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ അത് ദൈവം പ്രവർത്തിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിച്ചോളും. പേടിച്ച് ചില വാക്കിൻ്റെ പുറത്ത് നിങ്ങളാരും ഓടരുത്. പ്രൈസലോ, ഉറച്ചു നിൽക്കുന്നവർ അവർ വീര്യം പ്രവർത്തിക്കും കേട്ടോ. പിശാച് പേടിപ്പിക്കും, ശത്രു പേടിപ്പിക്കും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. ബാക്കി പറയാമോ? എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമുക്ക് ഒന്നിച്ച് പറയാം, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഓടട്ടവൻ പ്രൈസലോ. ഏലീശയെ പേടിപ്പിക്കാൻ വാളും കൊണ്ട് രാജാവ് ആള് വിട്ടു. പക്ഷെ ഏലീശ ഓടിയില്ല. ഏലീശ പറഞ്ഞു, നിന്റെ രാജാവിനോട് എന്ന് പറ, നാളെ ഈ രാജ്യത്തിന് വ്യത്യാസം വരാൻ പോവാ. എന്നാൽ നമ്മൾ വായിച്ച വേദഭാഗമുണ്ട്. ആ വായിച്ച കുറിവാക്യം, വായിച്ച വാക്യം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാൻ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 32-ഉം 33-ഉം വാക്യം നമുക്ക് ഉറക്കെ ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ഇനി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എലീശ എന്ന് പറയുന്ന ദൈവദാസനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ആൻറ്റിയായിരുന്നു ശൂനേംകാരത്തി. നമുക്കൊക്കെ പാസ്റ്റർമാരോട് ഭയങ്കര സ്നേഹമാണ്, ബഹുമാനമാണ് അല്ലേ? എനിക്കറിയാം, ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേണ്ടായെങ്കിലും കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ, നിർബന്ധിച്ച് കഴിപ്പിക്കും. എന്നാൽ ഈ ആൻറ്റി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ കൂടെ വഴിയേ പോയാ പോകുന്ന പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി, ഈ പാസ്റ്റർ നല്ലൊരു പാസ്റ്റർ. അങ്ങനല്ലേ വായിക്കുന്നേ? അയ്യോ അതിനടാ അങ്ങനെ കണ്ടാലറിയാൻ പറ്റുമോ? കണ്ടാലറിയാൻ പറ്റും, കിട്ടും, കണ്ടാലറിയാൻ പറ്റും. പക്ഷേ നമുക്കൊക്കെ വ്യത്യാസം വന്നു. നമുക്കറിയാലോ, ഈ മോശക്കുഞ്ഞിനെ ഫറവോന്റെ പുത്രിക്ക് നൈൽ നദിയിൽ നിന്ന് കിട്ടി. എടുത്ത് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? എടുത്ത് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഈ കൊച്ച്
സുന്ദരനാണ്, പക്ഷേ ഈ കൊച്ചൻ നമ്മുടെ കൊച്ചുങ്ങളൊന്നുമല്ല, ഇത് എബ്രായൻ്റെ കൊച്ചാണ്. 3 മാസമുള്ള കൊച്ചിനെ കണ്ടാൽ പറയാൻ പറ്റുമോ? പറഞ്ഞു. എന്നാൽ ഈ പുള്ളി കൊട്ടാരത്തിലൊക്കെ വളർന്ന്, എൻ്റെ ഭാഷ പറഞ്ഞാൽ പുരാതനമായ ഏറ്റവും പ്രസിദ്ധമായ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് സ്കോളറായിട്ട് ഇറങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ വയ്യാതെ, ആ രാജ്യത്ത് നിൽക്കാൻ വയ്യാതെ ഓടിച്ചെന്നപ്പോൾ നമ്മൾ കാണുന്നു, വിദ്യാനി ചെന്നപ്പോൾ 2 പെമ്പിള്ളേരിങ്ങനെ ആടിനെ തീറ്റുന്നുണ്ട്. ഈ പിള്ളേർ ആ നാടിനെ തീറ്റി നേരത്തെ വീട്ടിൽ ചെന്നു. ഈ പെമ്പിള്ളേർ അപ്പം ചോദിച്ചു, നമുക്ക് ആ ഭാഗം അറിയാം. പെമ്പിള്ളേർ അപ്പം ചോദിച്ചു, മക്കളെ, പിള്ളേരെ, നിങ്ങളെന്നാ ഇന്ന് നേരത്തെ വന്നേ? അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഇന്നൊരു ഒരു ഈജിപ്തുകാരൻ, ഒരു മിസ്രൈമൻ ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ല, 3-ാമത്തെ മാസത്തിൽ മോശെ കണ്ടപ്പോൾ അന്യജാതിക്കാരത്തി പറഞ്ഞു, ഈ കൊച്ചൊരു എബ്രായൻ്റെ കൊച്ച. പക്ഷെ ഇവൻ പഠിച്ച് മിടുക്കനായി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നപ്പോൾ ഇദ്ദേഹം ആരായി മാറി? ഒരു മിസ്രൈമനായി മാറി. ഈ ചിലപ്പോൾ ഇങ്ങനെ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ കുഴപ്പം വരും കേട്ടോ. 4 കാശും പുത്തനും വേറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് പറഞ്ഞില്ലയോ, ഈ പണ്ട് കണ്ട ആളല്ലാതെ മാറും. അതൊരു അസുഖമാണ്. സാധാരണ പണ്ടല്ലേ, ഒരു പാരമ്പര്യമായിട്ട് വരുന്നൊരു അസുഖമാണ്. നമുക്ക് മടവനെ പ്രിയപ്പെട്ടവരെ, ഈ ആൻറ്റി വഴിയെ പോയ പാഷ കണ്ടപ്പോൾ പറഞ്ഞു, കൊള്ളാം, പാഷ കൊള്ളാം. പാഷ വിളിച്ചു, പാഷ വാ, എൻ്റെ വീട്ടിൽ വാ. വെള്ളമൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടു. പാഷയോട് പറഞ്ഞു, പാഷ ഇനി വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറണേ. അങ്ങനെ കയറി, പരിചയം കൂടി. ഒരു ദിവസം ആ ആൻറ്റി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നല്ല ഭാഷന്മാരാ, അതുകൊണ്ട് നമുക്കൊരു റൂമൊക്കെ പണിയണം. റൂമിനകത്തൊരു കട്ടിൽ വേണം, ഒരു മേശ വേണം, ഒരു കസേര വേണം, ഒരു നിലവിളക്ക് വേണം. അവരല്ല ഹസ്ബൻഡ്, അദ്ദേഹത്തിന് ഈ ആത്മീയകാര്യത്തിൽ വലിയ താല്പര്യമില്ല. അദ്ദേഹം വയലിലാണ്, തോട്ടത്തിലാണ്, ബിസിയാണ് അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, സ്നേഹം കൂടി പാർഷന്മാർക്ക് റൂം കഴിഞ്ഞു കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമുക്ക് കൃഷ്ണന്മാരോട് ഭയങ്കര ഇഷ്ടമാണ്, അല്ല, ഞാൻ പറഞ്ഞില്ല, ഇഷ്ടമാണ്, ബഹുമാനമാണ്, സുഖസംഗതിയാണ്. പക്ഷെ നമ്മളെക്കാട്ടി കൂടുതൽ സ്നേഹം കാണിച്ച ഒരു ആൻറ്റിയാണ് ആര്? ഈ ആൻറ്റി, ശൂനേംകാരത്തി. നമുക്കറിയാലോ, ഒരു ദിവസം ഇങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിച്ച് കഴിയുമ്പം അടുത്ത് നിന്ന് ബാല്യക്കാനോട് അവിടുന്ന് കേസ്, നീ പോയിട്ട് ഈ ആൻറ്റിയോട് ചെന്ന് ചോദിച്ചേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിനുണ്ട്, നീ ഇത്ര താല്പര്യത്തോട് ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നല്ലോ, താല്പര്യത്തോട്. അങ്ങനെ എഴുതിയിരിക്കുന്നു. നിനക്കെന്തോ വേണം? നിന്റെ കാര്യം രാജാവിനോട് വേണം ഞങ്ങൾ പറയാം. ഇല്ല, സർവ്വസൈന്യാധിപനോട് പറയണോ? പറയാം. ആൻറ്റി പറഞ്ഞ വാക്കിന്നാണ്, വേണ്ട, ഞാൻ സ്വജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന, അപ്പുറത്ത് താമസിക്കുന്നതും ഇപ്പുറത്ത് താമസിക്കുന്നതും അടുത്ത് താമസിക്കുന്നവരെല്ലാം ഞങ്ങളുടെ ബന്ധക്കാരാ. കാശിഷ്ടം പോലുണ്ട്, കാശ് വേണ്ട. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം? അവൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഇടത്തും വലത്തും താമസിക്കുന്ന ആരേലും പിള്ളേരെ വിളിച്ചാൽ നീ ഉടനെ ഓടി വരും. എന്നാലും ബാല്യക്കാരൻ പറഞ്ഞു, യജമാനെ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ ഇതുവരെ ഒരു കുഞ്ഞുണ്ടായില്ല, ഈ വീട്ടിലൊരു കുഞ്ഞില്ല. അപ്പം അവളെ ഇനി വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു വന്നു. എന്താ പറഞ്ഞു? മുഖത്ത് നോക്കി പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകും, നിന്റെ മടിയിലൊരു കുഞ്ഞു കാണും. എഴുത്തുവായി പുള്ളിക്കാരത്തി പറഞ്ഞെന്താണെന്നറിയോ? സ്തോത്രം പ്രാർത്ഥിക്കണേ ഭാഷ എന്നല്ല പറഞ്ഞേ, അങ്ങനല്ല പറഞ്ഞേ.
അവിടെ വായിക്കുന്നറിയോ? യജമാനെ അടിയനോട് ഫോഷ്ക്ക് പറയല്ലെന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞേ. വായിച്ചു നോക്ക്. എന്നോട് നീ എന്തോ ചെയ്യട്ടെ? ഓ, ഇത് ഭയങ്കരമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നമ്മളെക്കാട്ട് സ്നേഹിച്ച ഒരാളെ പാർഷയുടെ മുഖത്ത് നോക്കി കള്ളാന്ന് വിളിക്കുക. ഫോഷ്ക്ക് പറയുന്നതിന് ആരാ? കള്ളൻ. പാർഷക്കാരെ വിളിച്ചു, നിങ്ങൾ പറയുന്നത് കള്ളത്തരവാ, ഫോഷ്ക്കാ പറയുന്നത്. ആൻറ്റി എന്താ അങ്ങനെ പറഞ്ഞേ? വിശ്വാസം കൊണ്ടല്ല. ആൻറ്റി പറഞ്ഞത് ഒരു 50 വർഷം മുമ്പായിരുന്നെങ്കിൽ, ഒരു 50 വർഷം മുമ്പായിരുന്നെങ്കിൽ ഓക്കെയാ. എൻ്റെ ഭർത്താവ് വൃദ്ധൻ, ഞാനും വൃദ്ധയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ വന്ന് പാസ്റ്റർമാർ പോകാൻ നേരത്ത്, പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് നമ്മളോട് ചില കാര്യം പറയുമല്ലോ. നമ്മൾ പലപ്പോഴും വിചാരിച്ച് കൊടുത്ത ഊണിൻ്റെ ആ കവറിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് സമാധാനിപ്പിക്കാൻ പറഞ്ഞാണെന്നാണ് വിചാരിച്ചേ. ഈ ആൻറ്റി അങ്ങനെ വിചാരിച്ചേ. ഇത്രയും നാൾ ഈ മനുഷ്യന് വെച്ച് വിളമ്പി. പക്ഷേ ഇപ്പൊ കള്ളത്തരം പറയാം. വേദപുസ്തകത്തിൽ നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങളെല്ലാവരും ഉപവാസ പ്രാർത്ഥനയല്ലേ? ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവധി തീരും. അവധി എന്തോ ചെയ്യും? അവധി തീരും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നോടും എൻ്റെ കൊച്ചുങ്ങളോടും പറഞ്ഞ് അവധി തീരാറായി ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് ഓർപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പറയാൻ പറ്റുമോ? കർത്താവേ, തീർന്നില്ലേ അവധി? തീരാറായില്ലേ? ഞാൻ വ്യക്തമായി പറയാം, ചിലരോട് പറഞ്ഞതിൻ്റെ അവധി തീരാറായി. സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ആൻറ്റി പറയാണ്, നീ പറയുന്നത് ഫോഷ്കാണ്, നീ പറയുന്നത് ഫോഷ്ക. ഞാനായിരുന്നു എന്തോ ചെയ്തതിന് ഞാൻ പലപ്പോഴും ഇത് വായിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്നോട് പറയാം, നിങ്ങൾ കള്ളത്തരവാ പറയുന്നത് പറഞ്ഞാൽ എന്നോട് എന്ത് പറയും? ഞാൻ സ്വോത്രം പറഞ്ഞു എന്നാൽ ആട്ടാൻറ്റി എന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഈ പുള്ളി അങ്ങനെ ഇറങ്ങിയില്ല. ഇരട്ടി കുറുവ ഭാവിച്ചവൻ പറഞ്ഞത് ദൈവത്തോടെ പറഞ്ഞ് മേടിച്ച് ആ വീട്ടിൽ കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. 1 വർഷമായപ്പോൾ ആ ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ടായി. നമുക്കറിയാമല്ലോ, ഈ കൊച്ചു വളർന്നു. ശ്രദ്ധിച്ചു വേണം. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, യഥോ മാതാ തഥാ പുത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്തുവാ? ആ അമ്മ എങ്ങനെയാണോ അതുപോലെയാണ് മോളും. അങ്ങനെയാണെങ്കിൽ അപ്പൻ എങ്ങനെയാണോ അതുപോലെയാണ് മോനും. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചുണ്ടാകുന്നതിന് മുമ്പേ ഇദ്ദേഹം വയലില്ല. കൊച്ചു വളർന്ന് പ്രായമായി. കൊച്ചു എങ്ങോട്ടാ പോയെന്നറിയാവോ? അപ്പൻ്റെ കൂടെ വയലിലോട്ടാണ് പോയി. പറഞ്ഞു മനസ്സിലായോ? കൊച്ചു വളർന്നപ്പോഴും കൊച്ചിനും ആഗ്രഹം അപ്പനെക്കാട്ടി കാശുണ്ടാക്കണം. പക്ഷെ ദൈവം അധികം നേരം അവിടെ നിർത്തിയില്ല. നിർത്തിയോ? അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് തലവേദന എടുക്കുന്നതൊക്കെ പറഞ്ഞു, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു കാണും, മോനെ വെയിൽ കൊള്ളാതെ വളർന്നല്ലയോ നീ? എന്നോട് നോക്കിയാൽ അപ്പുറത്ത് ബന്ധക്കാർ ഇപ്പുറത്ത് ബന്ധക്കാർ, വയസ്സാങ്കാലത്തുണ്ടായ കൊച്ച അല്ല, നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ താഴെ വെച്ചാൽ ഉറുമ്പ് കൊല്ലം കടിക്കുമോ എന്ന് വെച്ചോണ്ട് ഇങ്ങനെ കൊണ്ടു നടന്ന കൊച്ച. വെയിൽ കൊണ്ടപ്പോഴാണെന്ന് വിചാരിച്ചു, ഉടനെ വീട്ടിൽ വിട്ടു. അമ്മയും പറഞ്ഞു അങ്ങനെ. അവൻ പരിചയമില്ലാത്തടത്ത് പോയല്ലേ, സാരമില്ല, മടിയിലെടുത്തൊക്കെ വെച്ചു, തലയൊക്കെ തിരുമ്മിക്കൊണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞപ്പം കൊച്ചും മടിയിലിരുന്ന് ചത്തു. ദൈവമക്കളെ, ആ വീട്ടിൽ ഒത്തിരി റൂമുകളുള്ള വലിയ മക്കളാവാ. പക്ഷേ അവൾ എടുത്തോണ്ട് ഏലീശയുടെ കട്ടിലിൽ കൊണ്ട് കിടത്തി. നമുക്കറിയില്ല, ദൈവപുരുഷന്റെ കട്ടിലിൽ കൊണ്ട് കിടത്തി. നമുക്ക് ഏലീശയോട്, ഈ ആൻറ്റിയോട് ചോദിക്കുക, ആൻറ്റി എന്തിനായിരുന്നു പണ്ട് ആവേശം കാണിച്ച് ഈ കട്ടില് പണിഞ്ഞത്?
അവൾ പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം കൊണ്ട് ഇറക്കി വെക്കാനാണ് ഞാൻ ഈ താല്പര്യം പഠിച്ചത്. ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, ഈ കർത്താവിന് വേണ്ടി ചെയ്യുന്നവരാണല്ലോ, കൊടുക്കുന്നവരാണ് നിങ്ങൾ. ഒറ്റ വാക്കി പറഞ്ഞാൽ, നമ്മൾ ഈ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിലും നമ്മൾ പറയത്തില്ല ദൈവം ആർക്കും കടക്കാരനല്ല. പറയത്തില്ല, അങ്ങനെ പറയത്തില്ല, ദൈവം ആർക്കും കടക്കാരനല്ല. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. $1 കൊടുത്താൽ $1 തിരിച്ച് കിട്ടും. ഇന്ന രൂപ കൊടുത്തെങ്കിൽ ഇന്ന രൂപ തിരിച്ച് കിട്ടും. സ്നേഹമാണ് കൊടുത്തെങ്കിൽ സ്നേഹം തിരിച്ചിട്ട്, ബഹുമാനമാണെങ്കിൽ ബഹുമാനം. ഈ ചിലരുടെ ആഗ്രഹമാണ് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലരുടെ കുഴപ്പമാണ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. എടാ, നിന്നെ എങ്ങനെ ശ്രദ്ധിക്കാനാണ്? നീ എന്തോ കൊടുക്കുന്നേ? നീ ആരെയാ സ്നേഹിക്കുന്നത്? നീ ആരെയാ ബഹുമാനിക്കുന്നത്? നീ ആരെയാ കരുതുന്നേ? നിനക്ക് വേണമെന്ന നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ മറ്റുള്ളവർക്ക് ചെയ്യണമെന്നല്ലേ പുസ്തകം പറയുന്നേ, അല്ലേ? ദൈവമക്കളെ, ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്കും നമ്മുടെ പിള്ളേർക്കും വേണ്ടിയൊക്കെയാണ്. നമ്മൾ വായിച്ചിട്ടില്ലേ, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് ആര് തരും? നമ്മുടെ ദൈവം തരും. മടി തരും എന്നാണ് എഴുതിക്കുന്നത്, മടി തരും. ഞാൻ ചിലപ്പം വിചാരിച്ചിട്ടുണ്ട്, ഞാൻ പണ്ട് അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി കൃഷിയുള്ളവരൊക്കെയാണ്. അപ്പം ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അളന്നു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ വാരി വെച്ചിട്ട് ഒന്നുകൂടെ ഒരു അമക്കം എന്നിട്ടാണ് കൊടുക്കുന്നത്. ഈ ദൈവത്തിൻ്റെ കൈ കൊണ്ട് വാരിയിടുകയും ഒരു അമക്കിയാൽ എങ്ങനെ ഇരിക്കും? ഈ ഭൂമിയിലെ വെള്ളം മുഴുവനും ഉള്ളം കൈ കൊള്ളിക്കുന്നവൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിലാണേ അമ്മയാണ് വെളിച്ചെണ്ണ തല തൂക്കാനായിട്ട് 2 തുള്ളി ഒഴിച്ചു തരും. 2 തുള്ളി ഒഴിച്ചു തന്നാലും വിരലിനിടെ കുഴപ്പം. ഈ സമുദ്രത്തിലെ വെള്ളമെല്ലാം ഉള്ളം കൈ കൊള്ളിക്കുന്നവൻ്റെ കൈ കൊണ്ട് ഒരു അമക്കിയാൽ എങ്ങനെ ഇരിക്കും? പകൽക്കാലം നീ നിന്റെ ദൈവത്തെ ചെറുതാക്കാതിരുന്നാൽ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നിട്ട് നീ നിന്റെ മനസ്സ് ചുരുക്കിക്കളയാതിരുന്നാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ നന്മയും നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറ മേലും വരും. ഇതൊരു ദൂത ഏറ്റെടുത്തോ കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനെയാണ് വിടുതൽ വരുന്നതെന്നൊന്നും നീ ഓർത്ത് ഭാരപ്പെടണ്ട. ഇതാ ശൂന്യം കയറി കൊച്ചിമടിയിൽ കിടന്നു, മരിച്ചുകൊണ്ട് കട്ടിലെ കിടത്തി, കഥ പൂട്ടിയിട്ട് ഒറ്റപ്പോക്ക വയലിലോട്ട് പോയി. ഭർത്താവിനോട് എന്ന് പറയാണ്, ആ വാക്യത്തിലുണ്ട്, എനിക്കൊരു വണ്ടി വേണം, ഒരു ഡ്രൈവർ വേണം എന്ന് പറഞ്ഞാൽ ഒരു വാഹനമൃഗവും അത് ഓടിക്കാൻ ഒരാളും. ഭർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ അധ്യായത്തിൽ. ഭർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്, ഇന്ന് അമാവാസിയല്ല, ഇന്ന് ശബത്വമൊന്നുമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞ് ഇന്ന് സഭായോഗമില്ല, ഇന്ന് കാത്തിരിപ്പ് യോഗമില്ല, ഇന്ന് ഉപവാസ പ്രാർത്ഥനയില്ല, പിന്നെ നീ എന്തിനാ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. നീ എന്തിനാ പിന്നെ പോകുന്നേ? അവൾ പറഞ്ഞെന്നറിയോ, എനിക്കറിയാം ഇന്ന് ഒരു യോഗവും നടക്കുന്ന ദിവസമല്ല, എങ്കിലും എനിക്ക് പോയേ പറ്റൂ, സാരമില്ലെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ആൻറ്റിയോട് ചോദിക്കാം, ആൻറ്റി, ഈ കൊച്ച് നിന്റെ ഭർത്താവിൻ്റെ കൂടെ അല്ലയോ? ഈ കൊച്ച് നിന്റെ ഭർത്താവിൻ്റെ കൂടെ അല്ലയോ? ആൻറ്റി പറയും, ആന്നു. പിന്നെന്താ നീ ഇങ്ങനെ പ്രതികരിക്കുന്നത്? കൊച്ചി കത്തിട്ട് സ്വന്തം ഭർത്താവിനോട് പോലും പറയാത്ത ആൻറ്റി നമ്മളോട് പറയും, അന്നത്തെ കാലത്ത് ഒരു വീട്ടിലൊരു കൊച്ചി അത്താല്, ഞാൻ പറഞ്ഞല്ലോ, അടുത്തുള്ളവരെല്ലാം സ്വന്തക്കാർ, കരഞ്ഞു കുകുയി വെള്ളം വെക്കും. ഭർത്താവിനെ അപ്പനെ വിളിച്ചുകൊണ്ട് ഒരാൾ വിടും, നാട്ടുകാർ മുഴുവൻ കൂടും. സന്ധ്യയാകുന്നതിന് മുമ്പ് ആ കൊച്ചിൻ്റെ അടക്കം നടക്കും. ശരിയല്ലേ? ആരേലും പറയാ, അവൾ പറയാ, നാട്ടുകാരുടെ മുമ്പ് വെച്ച് വീട്ടുകാരുടെ മുന്നേ വെച്ച് പറയാ, വേണ്ട അടക്കം വേണ്ട, വടക്കണ്ട, എൻ്റെ കൊച്ചിനെ ദയ്യം എഴുന്നേപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സമതല തെറ്റിയെന്ന് പറയല്ലേ?
കൊച്ചിൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൻ്റെ തീവ്രത കൊണ്ട് അവിടെ സമനില തെറ്റിയെന്ന് പറയും. പക്ഷേ സമനില തെറ്റിയല്ല. നീണ്ട വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും കൈയടിക്കുകയും അന്യഭാഷ പറയുന്ന ദൈവത്തെ നിങ്ങൾ എത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ട്? ഇതുവരെ വന്നതുപോലെ, ഇന്നലെ അടിച്ചതുപോലെ ഇന്നും കൈയടിക്കുന്നു, ഇന്നലെ പറഞ്ഞതൊക്കെ ഇന്നും പറയുന്നു. വന്നു, കുറച്ച് മണിക്കൂർ ഇരിക്കുന്നു, പോന്നു, നാളെ വരും. യേശുവിനെ കാര്യത്തിക്ക് മനസ്സിലായി. മുഖത്ത് നോക്കി കള്ളം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും അത് ദൈവാലോചനയായിരുന്നു എൻ്റെ വീട്ടിൽ നടന്നെങ്കിൽ ഇങ്ങനെ അവസാനിപ്പിക്കാനല്ല എൻ്റെ ദൈവം ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. നമുക്കറിയാലോ, കർമ്മേലിലൊക്കെ പോകുന്ന കൂട്ടത്തിൽ കർമ്മേലിൽ നിന്ന് എലിശാപ്രവാചകൻ കണ്ടു. അടുത്തുനിന്നവനെ വിട്ടു, ഓടിച്ചല്ലേ. നമ്മുടെ ആൻറ്റി വരുന്നുണ്ട്, ശൂന്യംകാരത്തി വരുന്നുണ്ട്, ഓടിച്ചല്ലേ. എന്നിട്ട് ചോദിക്കണം, ആൻറ്റിക്ക് സുഖമാണോ, അങ്കിൾ സുഖമാണോ, മോന് സുഖമാണോ എന്നൊക്കെ ചോദിക്കണമെന്നുള്ള ചോദ്യം പറഞ്ഞു വിട്ടു. അങ്ങനല്ലേ? ആണോ? അങ്ങനെ തന്നെ. അവിടെ മറുപടി എന്തായിരുന്നു അറിയാമോ? മറുപടി എന്തുവാ? എനിക്കും സുഖമാണ്, എൻ്റെ ഹസ്ബൻഡിനും സുഖമാണ്, എൻ്റെ മോനും ബാലനും സുഖമുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നോക്കണേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെയാ. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞത്. പറയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാധ്യതകളൊന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിശ്വാസത്താൽ നിങ്ങൾക്കുള്ളിൽ പറയാൻ പറ്റുമോ, എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ അസാധ്യങ്ങളെ ഒന്നും ഞാൻ സാരമാക്കുന്നില്ല, എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്കിന്ന് പകൽക്കാലം നിങ്ങളോട് തന്നെ പറയാൻ പറ്റുമോ? പറ. ശരീരം നോക്കുമ്പോൾ ബുദ്ധിമുട്ടാ, പോക്കറ്റിലെ പേഴ്സിന്റെ വലിപ്പം നോക്കുമ്പോൾ ബുദ്ധിമുട്ടാ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോടെ രീതി നോക്കുമ്പോൾ ബുദ്ധിമുട്ടാ. എന്നാലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയാ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം എനിക്കുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് നടക്കുമല്ലോ. എന്നാൽ നമുക്കറിയാം, ഈ ശൂന്യംകാരത്തി ദൈവദാസന്റെ അടുത്ത് ചെന്നപ്പം വിധം അങ്ങ് മാറി. കണ്ടപ്പോഴേ ഓടിച്ചെന്നു, കാലെ പിടിച്ചു കെട്ടിക്കരഞ്ഞ് കരയാൻ തുടങ്ങി. ഇവിടെ 5 മിനിറ്റ് ഇവിടെ താഴെ കയറി വന്നപ്പോഴോ അവള് പറഞ്ഞു എനിക്ക് സുഖ. പക്ഷെ അകത്ത് ആലയത്തിലോട്ട്, ദൈവദാസന്റെ അടുത്തോട്ട്, ദൈവസാന്നിധ്യത്തിന്റെ അടുത്തോട്ട് വന്നപ്പോഴോ ഇപ്പൊ എല്ലാവരും നേരെ തിരിച്ചാ. വഴി കാണുന്നോട് മുഴുവൻ സങ്കടവും പരാതി എന്ന് പറയും. മൊത്തം പറയാ, പരാതികൾ പറ വഴി കാണുന്നവനോട്. ദൈവാലയത്തിൽ കടന്നു വന്നിട്ടോ ഒറ്റ ഇരിപ്പ. ശൂന്യംകാരത്തിയോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ദൈവസന്നിധി പോകേണ്ടിയെന്ന് കേട്ടോ. ഈ ആൻറ്റിയുടെ അത്രയും സങ്കടം കൊണ്ട് വന്നവരാരെങ്കിലും വിഴുവിപ്പുണ്ടോ? അത്രയില്ലല്ലോ. എന്നിട്ടും നമുക്കെന്തുകൊണ്ടാണ് സന്തോഷിപ്പാൻ കഴിയാത്തത്? ഇതെപ്പോഴും ഓർത്തോണം കേട്ടോ, എപ്പോഴും ഓർത്തോണം. വഴി കാണുന്ന മനുഷ്യരോട് നമ്മുടെ സങ്കടം പറഞ്ഞ്, പരാതി പറഞ്ഞ്, അതും ഇതും പറഞ്ഞ് ദൈവസന്നിധി വന്നിട്ട് മിണ്ടാതെ ഇരിക്കുക, ഇത് നമ്മുടെ പണിയല്ല. നമുക്കറിയാലോ, ഈ പാസ്റ്റർ അടുത്തുനിന്നെ ഓടിച്ചു വിട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ പോയതിന് ഒന്നും സാധിച്ചില്ല. ഇവൾ നിർബന്ധിച്ചിട്ട് ദൈവദാസനെയും കൊണ്ടുപോയി. ദൈവദാസനെയും കൊണ്ട് വന്നപ്പോഴാണ് താൻ കിടന്നുകൊണ്ടിരുന്ന റൂമിൽ തൻ്റെ കട്ടിലിൽ കൊച്ച് ചത്തി കിടക്കുന്ന കാണും. ഞാനായിരുന്നെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റിക്ക് ഇനി എത്ര നാളോട് ജീവിതമുണ്ട്?
ദൈവം തന്നില്ലേ? ഒരു മോനെ വളർത്താനുള്ള ഭാഗ്യമൊക്കെ തന്നില്ലേ? അതുകൊണ്ട് ആൻറ്റി സമാധാനപ്പെട്. ദൈവം തന്നു, ദൈവം എടുത്തു. ഞാനൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് എസ്കേപ്പായന്. പക്ഷേ ഈ ഇരട്ടി ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നമ്മൾ വായിക്കുന്നത് മരിച്ചിട്ട് കുറച്ച് മണിക്കൂറായി, തണുത്തു തുടങ്ങി. ഈ കൊച്ചിൻ്റെ ദേഹത്ത് കയറി കിടന്നു. തൻ്റെ ചൂടുള്ള ശരീരം ആ കൊച്ചിൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു. ഇനിയും പറയുന്നത് കേൾക്കണം കേട്ടോ. തൻ്റെ കൊച്ചിൻ്റെ കണ്ണ് അങ്ങനെയൊക്കെ വെച്ചു. ഞാൻ വിചാരിക്കും ഈ മനുഷ്യൻ ഈ കാണിച്ചിട്ട് എന്തോ പറഞ്ഞതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പാസ്റ്റർ എന്തായിരിക്കും പറഞ്ഞത്? ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തോ ആയിരിക്കും പറഞ്ഞത്? മുമ്പേ രണ്ടുപേരുടെ കാര്യം പറഞ്ഞല്ലയോ? ഈ അഖിലാവിനെയും പ്രിസ്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ ഈ മനുഷ്യൻ പറഞ്ഞു കാണും, ദൈവമേ, ഞാൻ എത്ര അത്ഭുതങ്ങൾ ചെയ്തു, എത്ര നാൾ ജീവിച്ചു, ഈ കൊച്ചി ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ദൈവത്തോട് പറഞ്ഞു കാണും, എന്നെ അങ്ങ് എടുത്തിട്ട് ഈ കൊച്ചിനെ എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞു കാണും. നമുക്കറിയാലോ. എന്നിട്ട് ഈ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ ദൈവം തന്നു. 3 മക്കളെയും തന്നു. മൂത്ത 2 ആൺപിള്ളേരെ, ഒരു മോള്. ഈ രണ്ടാമത്തെ മോന് ഫുട്ബോളിൽ ഇച്ചിരി താല്പര്യമുള്ള പയ്യനാണ്. അവൻ തട്ടി ഞങ്ങളുടെ ലൈറ്റെല്ലാം ട്യൂബെല്ലാം തല്ലിപ്പൊട്ടിക്കും. അങ്ങനെയാണ് ചെറുപ്പത്തിലെ. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില സമയത്ത് ഇവന് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സും ടീമും ഒക്കെ ഉണ്ട്. അവരിവിടുന്നുമല്ല, അവരങ്ങ് ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെയാണ്. അപ്പം ഇറ്റലിയിലും ജർമ്മനിയിലും കളി നടക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മോനെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഇവനിങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് ഇങ്ങനെ പൊട്ടന്മാരെന്നൊക്കെ പറയുന്നേക്കാം. ഇവന് ഇരിക്കപ്പുറത്തില്ല, കളി നടക്കുന്ന ഇറ്റലിയില്ല. ഇവിടെ ഇവന് ഇറക്കിയപ്പുറത്തില്ല. കാരണം എന്താ അറിയാമോ? ഇവൻ ഇഷ്ടപ്പെട്ടവൻ ഗോളടിക്കുന്നില്ല, അതിനായി എന്നൊക്കെ വിഴന്നേ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ സമാധാനത്തിൽ പോയിരിക്കും. ഞാൻ പറഞ്ഞു ചിരിക്കാനല്ല. ഈ ദൈവമക്കൾ നമ്മുടെ ഇടയിലെ ബുദ്ധിമുട്ടുമ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ആത്മാഭാരം എടുത്തിട്ട് ഓടുന്നവർ എത്ര പേരുണ്ട്? ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും പറയും ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്, ഒരു ശരീരത്തെ അവയവങ്ങളാണ്. ഷൂ ഇല്ലാതെ നടന്നു പോകുമ്പോൾ കാല് തട്ടുമ്പം കൈ അങ്ങ് ചുമ്മാ ഇരിക്കുമല്ലേ, നടു അങ്ങ് ചുമ്മാ ഇരിക്കുമല്ലേ. കാല് തട്ട് വേദനയടിച്ച സൂക്ഷം നടുകുനിയും ആ വിരലെല്ലാം കൂടെ ഒന്നിച്ച് എന്നിട്ട് ഞെക്കി പിടിക്കും. നമുക്കെന്താ ഒന്നും തോന്നാത്തെ? മറ്റുള്ളവർ വേദനിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ നമുക്കെന്താ ഒന്നും ഫീൽ ചെയ്യാത്ത? എന്താ അതിൻ്റെ അർത്ഥം? ചത്തൂന്ന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ കയറി കിടന്നു. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. തിരിച്ച് ജീവനുള്ള കൊച്ചിനെ കൊണ്ട് കൈ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. 1-2 കാര്യം കൂടെ പറയാം. ഈ പൗലോസ് 33 വർഷം ശുശ്രൂഷിച്ചവർ ഈ അവസാന കാലഘട്ടമായപ്പോഴേ പൗലോസ് ഒരു യൗവനക്കാരനെ കണ്ടിട്ട് പറയാണ്, അത് തീമോത്തിയോസാണ്. തീമോത്തിയോസിനെ വിളിക്കുക, മോനെ, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ, നീയും എന്നോടുകൂടെ. അവനോട് പറയുന്ന വാക്യതാണ്,
മോനെ നിൻ്റെ വല്യമ്മച്ച ലോവീസിനെ അറിയിക്കാം, നിൻ്റെ അമ്മയെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിൻ്റെ വല്യമ്മച്ചിയുടെ ഉണ്ടായിരുന്നു, അത് നിൻ്റെ അമ്മയുടെ വന്നു. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിൻ്റെ മേലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. ഞാനൊരിക്കൽ, എനിക്കൊരു ഷുഗറിൻ്റെ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഡോക്ടറൊക്കെ പല ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടർമാരെല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, വീട്ടിൽ പപ്പായ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു, അമ്മച്ചിക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഈ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ കിട്ടുന്ന സാധനം എന്താ അറിയാമോ? ചിലക്കാണെങ്കിൽ വല്യപ്പച്ചൻ മുൻകോപിയാണ്, ഷോർട്ട് ടെമ്പർ, കൊച്ചുമോനും അതുണ്ട്. പിന്നെ BP ഷുഗറൊക്കെ. ഇത് ആ ചോദിക്കുന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് ഉണ്ടാകാമെന്നോന്ന് ചോദിക്കുന്നത്. നമുക്കൊക്കെ കിട്ടിയതാ, പക്ഷേ തീമോഥെയോസിന് കിട്ടിയത് ഈ സാധനമൊന്നും അല്ലായിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിൽ, പിന്നെ നിന്റെ അമ്മ യൂനിക്കയിൽ നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നിട്ട് പറയാ, താഴോട്ട് പറയാ വയ്ക്കുമ്പോൾ, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാൻ വരാം. എന്തോ ഉദ്ദേശിച്ചല്ലേ? ഒന്നാം തലമുറക്കാരൻ പട്ടിണി കിടന്നു, കഷ്ടപ്പെട്ടു. അമ്മയുടെ കാലം വന്നപ്പോൾ പറഞ്ഞില്ലയോ, ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് ആവറേജ് പോയി. മൂന്നാം തലമുറ അനുഗ്രഹിക്കപ്പെടണ്ടേ? മൂന്നാം തലമുറക്കാരന് വീട് വേണ്ടേ? അവന് വണ്ടി വേണ്ടേ? അവന് വെള്ളം വേണ്ടേ? എന്നാലല്ല പെന്തക്കോസുകാരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റൂ. പക്ഷെ ഈ മൂന്നാം തലമുറക്കാരെ വിളിക്കുക, നീയും വാ എന്നോടുകൂടെ കഷ്ട സഹിക്കാൻ. നമുക്കറിയാം, ആ യൗവനക്കാരനെ വിളിച്ച് അധികം നാളൊന്നും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. ഒറ്റ വാക്കുകൂടെ പറഞ്ഞു നിർത്താം. നമുക്ക് തലമുറയ്ക്ക് കൈമാറിയിട്ട് പോകാൻ എന്തോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ശ്രദ്ധിച്ച് കേൾക്കണം, കുറച്ച് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻസോ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ഏൽപ്പിച്ചിട്ട് പോകാൻ, ആ ദൈവകുറുമ മക്കളുടെ മേൽ പകർന്നിട്ട് പോകാൻ ആൾക്ക് എത്ര പേർക്ക് സാധിക്കും? ഏലിയാവിന് ശേഷം ഏലിശ ദൈവസന്നിധി ശുശ്രൂഷിച്ചു. ഈ പുസ്തകത്തിലില്ല എങ്കിലും ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ഏലിശയ്ക്ക് ശേഷം ആര് ശുശ്രൂഷിച്ചെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ ശൂനേങ്കാര്യത്തിടെ മോൻ ശുശ്രൂഷിച്ച് കാണും. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി സമയാതിയില്ല. ഈ കാലത്ത് ജീവിക്കാൻ ബുദ്ധി മാത്രം പോരാ, 4 കാശും പോരാ. ജയകരമായ ക്രിസ്തീയം നയിപ്പാൻ ദൈവകൃപ ആവശ്യം. ഈ ഉപവാസ പ്രാർത്ഥന അതിനുതകട്ടെ, അതിന് മുഖാന്തരമാകട്ടെ. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് അവസരം തന്ന ദൈവത്തിനും ദൈവദാസന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ഈ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.